ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ വാന്തലൂർ സൂവിലാണ്. ഞങ്ങളിപ്പോൾ സൂവിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇനി പുറത്ത് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഈ വീഡിയോ മൊത്തം മൊബൈലിലാണ് എടുത്തിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഗോപ്രോ അകത്തേക്ക് കയറ്റണമെങ്കിൽ ഇവിടെ 750 രൂപ കൊടുക്കണം. ഗോപ്രോ മാത്രമല്ല, എല്ലാ വീഡിയോ ക്യാമറകൾക്കും 750 രൂപ കൊടുക്കണം. ബാക്കി SLR DSLRനൊക്കെ 350 രൂപയും കൊടുക്കണം. ഇവിടെ എൻട്രി ഫീ വരുന്നത് 5 തൊട്ട് 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 50 രൂപയും 12 വയസ്സിന് മീതെ ഉള്ളവർക്ക് 200 രൂപയുമാണ്. അത് കൂടാതെ വേറെ കുറെ ഓഫേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേർക്കും ടീച്ചേഴ്സിനും 20 രൂപയുള്ളൂ. അങ്ങനെ ഇവിടെ നേരെ ഒരു വഴിയുണ്ട്, വലത്തേക്ക് ഒരു വഴിയുണ്ട്. നേരെ പോയ സൂവത്തും വലത്തേക്ക് പോയ ഒരു എക്സിബിഷൻ ഹാളെത്തും. കൂടാതെ 70 തിയേറ്ററും ഇതിനകത്തുണ്ട്. 70 തിയേറ്ററിൽ ഞാൻ കയറണില്ല കേട്ടോ. ഇതാണ് നേരത്തെ പറഞ്ഞ എക്സിബിഷൻ ഹാൾ. ഇവിടുന്ന് നേരെ നമുക്ക് സൂവിലേക്ക് പോവാം. സൂവിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുറെ ഡമ്മി മൃഗങ്ങളെ കാണാം. കുറച്ചുകൂടി നടന്നു നീങ്ങിയ സൂവിന്റെ മാപ്പ് കാണാം. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് കാണാം. ഞാൻ അകത്തേക്ക് കയറണില്ല കേട്ടോ, വെറുതെ സമയം കളയാൻ വയ്യ. ഇവിടെ ഇലക്ട്രിക് സൈക്കിളും സാധാ സൈക്കിളും ഒക്കെ റെന്റിന് എടുക്കാൻ പറ്റും കേട്ടോ. സാധാ സൈക്കിളിന് മണിക്കൂർ 30 രൂപ വെച്ചും ഇലക്ട്രിക് സൈക്കിളിന് മണിക്കൂർ 90 രൂപയും വെച്ചാണ് ഇവിടെ ഈടാക്കുന്നത്. കൂടാതെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം. ഈ ബസ്സുകളൊക്കെ മാൻ സഫാരിക്കും ലയൺ സഫാരിക്കൊക്കെ പോകുന്നതാണ്. സഫാരിക്ക് പോകാനാണെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് വരുന്നത് വലിയ ആളുകൾക്ക് 150 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ എല്ലാം ഫ്രീ എൻട്രി ആണ്. ഇനി സൂ നടന്നു കാണാൻ വയ്യെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ സർവീസ് അവൈലബിൾ ആണ്. അതിനായിട്ട് വലിയ ആളുകൾക്ക് 150 രൂപയും കുട്ടികൾക്ക് 50 രൂപയും വരുന്ന ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പൊ 4 പേർക്കുള്ള സഫാരി ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ. ഞങ്ങളിപ്പോ സഫാരി ബസ്സിൽ കയറി അങ്ങനെ പോകുമ്പോൾ കുറേ മാനുകളെ കണ്ടു. പോണ വഴിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 മയിലുകളെ കണ്ടു. ഇനി ലയൺ പാർക്കിലേക്കാണ് കയറേണ്ടത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ 2 ഗേറ്റുകളുണ്ട്. ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബാക്ക് ഗേറ്റ് തുറക്കും. ശേഷം ബസ് അതിനകത്തേക്ക് കയറ്റിയതിന് ശേഷം ബാക്ക് ഗേറ്റ് അടയ്ക്കും. ബാക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം മാത്രം ഫ്രണ്ട് ഗേറ്റ് തുറന്ന് ബസ് ലയൺ പാർക്കിലേക്ക് കയറ്റുള്ളൂ. സിംഹം പുറത്തു ചാടാതിരിക്കാനായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഹം ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് ഒരു സിംഹം കിടപ്പുണ്ട്. അപ്പം മൊത്തത്തിൽ 2 സിംഹമായി. കൂടിനകത്ത് 2 സിംഹം ഉണ്ട് കേട്ടോ. അപ്പം മൊത്തം ഇതിനകത്ത് 4 സിംഹത്തിനെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൽ ഏതാണാവോ ഓടിപ്പോയ ഷെറിയാർ? കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും ഷെറിയാർ എന്നൊരു സിംഹം ഓടിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതൊക്കെ.
എങ്ങനെ ഓടിപ്പോകാതിരിക്കും, ബോറടിച്ചിട്ടായിരിക്കും. 3-4 സിംഹത്തിനെ പിടിച്ചിട്ടിട്ടാണ് ഇവര് ലയൺ പാർക്ക് എന്നൊക്കെ പറയുന്നത്. വാൻഡലൂർ സൂയിൽ വന്നാൽ നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒഴിവാക്കാവുന്ന ഒന്നാണ് കേട്ടോ ലയൺ പാർക്ക്. വെറുതെ പൈസ പോകുന്ന പരിപാടിയാണ്. പിന്നെ ഓടിപ്പോയ ഷെറിയാറിനെ കാണണമെങ്കിൽ വെറുതെ ഒന്ന് കയറാം. ഈ കാണുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിനുള്ള ക്യൂ ആണേ. ഞങ്ങൾ 4 പേരാണുള്ളത്. ഒരാൾക്ക് 150 രൂപ വെച്ച് 600 രൂപയായി ടിക്കറ്റിന്. വാവയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ, കാരണം വാവയ്ക്ക് 2.5 വയസ്സേ ഉള്ളൂ. ഇവിടെയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇവിടൊക്കെ ആളുകൾ റെന്റിന് സൈക്കിൾ എടുത്ത് ഓടിച്ച് നടക്കുന്നത് കാണാം കേട്ടോ. ഇവിടെ എമ്മു ആണോ ഉള്ളത്, വിശ്വാസം വന്നില്ലല്ലേ? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതൊരുതരം കൊക്കാണേ. സാരസ് ക്രെയിൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു പക്ഷി, ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ, സോറിയേ. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാൽ മാനുകളെ കാണാം. ഇവിടെ കാട്ടുപോത്തിനെ കാണാം. ഇനി ഇവിടെ 10 മിനിറ്റ് ഈ വണ്ടി നിർത്തിയിടും കേട്ടോ. സിംഹം, കടുവയൊക്കെ ഉള്ളിടത്തേക്ക് വണ്ടി പോകില്ല. അങ്ങോട്ട് ഒത്തിരി കയറ്റമാണ്, ചിലപ്പോൾ ആ കയറ്റം കാരണമായിരിക്കും. ഇവിടെ കാണുന്നത് മ്ലാവാന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും ഒന്നും എഴുതി വെച്ചത് കണ്ടില്ല കേട്ടോ. ഇത് ഏതിനം മാനാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമന്റ് ഇട്ടേക്കണേ. പശുവിന്റെ മുഖം, കുതിരയുടെ സ്ട്രക്ചർ. മാനാണോ? പശുവിന്റെ മുഖം, കൊമ്പുണ്ടല്ലോ. ആ അല്ലല്ല, പശുവിന്റെ കൊമ്പ്, പശുവിന്റെ മാനിന്റെ കൂടി കലർന്നൊരു മുഖം, കുതിരയുടെ സ്ട്രക്ചർ, ഒട്ടകത്തിന്റെ കൂന്. എല്ലാം കൂടി അവിടെ ഒരു കടുവ കിടക്കുന്നുണ്ട്. വീണ്ടും വിശ്വാസം വരണില്ലല്ലേ? സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു പുലി കൂടിനടുത്ത് വന്ന് കിടന്ന് പോസൊക്കെ തരണുണ്ട് കേട്ടോ ഫോട്ടോയ്ക്ക്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക്, ഷെയർ ചെയ്തേക്കണേ. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിംഹത്തിനെ ഞാൻ കവർ ചെയ്തിട്ടില്ല, കാരണം സിംഹത്തിന്റെ കൂട്ടിൽ ആരെയും കണ്ടില്ല കേട്ടോ, കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി എടുത്തു. ഇനി അങ്ങോട്ട് പക്ഷികളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മുതല വായ പൊളിച്ചിരിക്കുന്നു, കൊതിയൻ ജോണി. ഇത് ഒത്തിരി പാമ്പുകൾ ഒന്നിച്ചു കിടക്കണതാണെന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞി പാമ്പിനെ കാണണ്ടോ? വീണ്ടും സൂം ചെയ്ത് കാണിച്ചു തരാം. ഗിണ്ടി സ്നേക്ക് പാർക്കിന്റെ ഒരു 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി. വെറൈറ്റി പാമ്പുകളും മുതലകളും ആമയും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഇട്ടേക്കാട്ടോ. ഇവിടെ അതിൻ്റെ ഒരു മിനി വേർഷൻ ആണുള്ളത്. ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ അകത്ത് മാത്രം വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇഗ്വാനെ കാണാം. ഗിണ്ടി സ്നേക്ക് പാർക്കിന്റെ വീഡിയോ കണ്ടവർക്കറിയാം, അവിടെ ഇഗ്വാന പാർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇനി കാണാത്തവർ വിഷമിക്കേണ്ട, ഓടിപ്പോയി ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കോ, ഞാൻ അവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ടേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്. ഇതിൽ കയറിയാണ് കേട്ടോ നമ്മൾ ഈ സൂ മുഴുവൻ ചുറ്റി കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ആന, റൈനോ ഒക്കെ ഉണ്ട്. റൈനോനെ കാണാൻ വേണ്ടി ഒന്ന് നിർത്തി തന്നു കേട്ടോ.
ചുറ്റിക്കഴിഞ്ഞ് വണ്ടി നിർത്തിയതിന് ശേഷം ഇവിടെ ഈ കാണുന്ന സ്നാക്ക് ബാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അക്വാട്ടിക് ആനിമൽസിനെയാണ്. അക്വാട്ടിക് ആനിമൽസിന് വേണ്ടിയിട്ടും ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് മാത്രമാണ് ഉള്ളത്. അക്വാട്ടിക് ആനിമൽസിനെ കാണാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് മറൈൻ കിങ്ഡത്തിൻ്റെ ഒരു 2 വീഡിയോ ചെയ്തിട്ടുണ്ടായി. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എനിക്ക് ചെന്നൈയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് മറൈൻ കിങ്ഡം ആണ്. ഇവിടെ ഒരു സൂ ഷോപ്പ് ഉണ്ട്. കൂടാതെ എക്സിറ്റ് പോയിന്റിലേക്ക് വന്നാൽ കുറേ റെസ്റ്റോറൻറ്റ്സും കാണാം. ഇത് നേരത്തെ കണ്ട സ്നാക്ക് ബാറിനേക്കാൾ ഒത്തിരി ദൂരെയാണ്.